ബലാത്സംഗ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെ നടൻ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാനൊരുങ്ങിയ അന്വേഷണ സംഘം. നടൻ സിദ്ദിഖ് ഒളിവിലാണ്. മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലും. അതേസമയം പീഡന പരാതികളിൽ നടനും കൊല്ലം MLA എം മുകേഷിനെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചു. അതിനാടകീയ സംഭവ വികാസങ്ങൾ കണ്ടാണ് ഇന്നത്തെ വാർത്താപകൽ അവസാനിക്കുന്നത്. ഹൈക്കോടതിയിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെ നടൻ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് നീക്കങ്ങൾ സജീവമാക്കി. കൊച്ചിയിൽ വ്യാപക പരിശോധനയാണ് രാവിലെ മുതൽ പോലീസ് നടത്തുന്നത്. ആലുവയിലെയും പടമുകളിലെയും വീടുകളിൽ നടത്തിയ പരിശോധനയിൽ സിദ്ദിഖിനെ കണ്ടെത്താനായില്ല. കൊച്ചിയിലെ ഹോട്ടലുകളിൽ തിരഞ്ഞെങ്കിലും ഫലമുണ്ടായില്ല. കൊച്ചി നഗരത്തിലും പുറത്തും സിദ്ദിഖിനായി പോലീസ് തിരച്ചിൽ നടത്തുന്നുണ്ട്. സിദ്ദിഖിന്റെ ഫോണുകൾ സ്വിച്ച്ഡ് ഓഫ് ആണ്. പരാതിക്കാരിയായ നടിക്കെതിരെയുള്ള വാദങ്ങൾ മുഖവിലേക്കെടുക്കാതെയാണ് ഹൈക്കോടതി സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. പരാതിക്കാരിക്ക് വിശ്വാസ്യതയില്ല, പരാതി നൽകാൻ വർഷങ്ങൾ കാലതാമസമുണ്ടായി തുടങ്ങിയ വാദങ്ങളെല്ലാം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളി. പരാതിക്കാരിയെ ആക്രമിക്കുന്നത് നിശബ്ദയാക്കാനെന്നായിരുന്നു ജസ്റ്റിസ് CS ഡയസിന്റെ നിരീക്ഷണം. ജാമ്യം ഇത് ചെയ്തതിൽ എനിക്ക് സന്തോഷമുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ SITക്ക് എതിരെ ആക്ച്വലി എനിക്ക് ഇൻവെസ്റ്റിഗേഷനിൽ കംപ്ലൈൻ്റ് ഉണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അവർ ഈ ഇലക്ട്രോണിക് എവിഡൻസ് പിന്നെ പ്രതിക്ക് നശിപ്പിക്കാനാണെങ്കിലും ഒക്കെ ഉള്ള സമയം ധാരാളം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സാക്ഷികളെ ആണെങ്കിലും ഒക്കെ അവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഉള്ളൊരു ടൈം അതൊരു ഫാക്ടർ തന്നെയാണ്. സമൂഹത്തിൽ ഏതവസ്ഥയിൽ നിൽക്കുന്ന ആളാണെങ്കിലും സ്ത്രീ ബഹുമാനം അർഹിക്കുന്നുണ്ടെന്ന് ബിൽക്കിസ് ബാനു കേസ് ചൂണ്ടിക്കാട്ടി കോടതി വ്യക്തമാക്കി. കുറ്റകൃത്യത്തിന്റെ ഗൗരവം ഒപ്പം തെളിവുകളും കണക്കിലെടുത്താൽ കസ്റ്റഡിയിലുള്ള ചോദ്യം ചെയ്യൽ അനിവാര്യമാണ്. ഈ ദിവസങ്ങളിലും ഈ നിമിഷങ്ങളിലും തെളിവ് നശിപ്പിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനും ഒക്കെ സമയം മേടിക്കുകയാണ് പ്രതിഭാഗം എല്ലാ കേസിലും ചെയ്യുന്നത്. അത് ഈ കേസിലും അത് തന്നെയാണ് ചെയ്യുന്നത്. ഇത് തടയുന്നതിന് SITക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എങ്ങനെയാണ് പിന്നെ നാളെ കുറ്റപത്രം കൊടുക്കുമ്പോൾ ഈ പ്രധാനപ്പെട്ട തെളിവുകളല്ലേ ഇതിനകത്ത് ഹാജരാക്കേണ്ടത്? അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ആത്മാർത്ഥതയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി സംസ്ഥാന സർക്കാരിനെയും കോടതി വിമർശിച്ചു. 5 വർഷം ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ നിഗൂഢമായ മൗനം പാലിച്ചു. കോടതി ഇടപെടലിനെ തുടർന്നാണ് റിപ്പോർട്ട് വെളിച്ചം കണ്ടത്. അതേസമയം പീഡന പരാതികളിൽ നടനും കൊല്ലം MLA എം മുകേഷിനെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചു. 3 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിനു ശേഷം മുകേഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചതിനാൽ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം വിട്ടയക്കുകയായിരുന്നു. നടൻ ജയസൂര്യക്കെതിരെ പരാതി നൽകിയ നടി ഇന്ന് കോലഞ്ചേരി കോടതിയിൽ രഹസ്യമൊഴി നൽകി. ന്യൂസ് ഡെസ്ക് 24.